സഹോദരിമാരാണ് കൂടുതൽ ഓൺലൈനിലുള്ളത്. ഇത്രയാദ്യ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറെ രാത്രി ഉറക്കമൊഴിച്ച് ഉറങ്ങാം, സുബൈ ഖളാ ആക്കുക. ഇത് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. അത് ഇനി വയലായാലും പാടില്ല, കുത്താറാത്തീബായാലും പാടില്ല, ഏത് മൗലൂദായാലും പാടില്ല. രാത്രി സമയം കുറെ നേരം ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. പിന്നെ മനുഷ്യന്മാരല്ലത്, പിന്നെ രാവിലെ ഉറങ്ങണ്ടേ, ഓൽക്ക് പിന്നെ വർക്കത്തും ഉണ്ടാവും. പിന്നെ ദത്ത കുറെ വാത് ഇട്ടിട്ട് കാര്യം. സുബൈന്റെ ശേഷം തീരെ ഉറങ്ങാൻ പാടില്ല. സുബൈന്റെ ശേഷം അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യ ഉദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലായി. സുബൈന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. കുട്ടികളോടൊക്കെ പറയണത് സുബൈന്റെ ശേഷം നമ്മൾ ഉറങ്ങരുത്. അത് പരീക്ഷയിൽ ജയിക്കൂല, പരീക്ഷയിൽ ജയിക്കൂല, ഓർമ്മശക്തി ഉണ്ടാവൂല. പിന്നെ നമ്മൾ ജോലിക്ക് പോയാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവൂല. ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം നേരം പോലത്തെ വൈകുന്നേരം ആഗോളത്തിന് അങ്ങനെ അധ്വാനിച്ചിട്ട് അത് ബർക്കത്ത് എവിടെയാന്ന് ചോദിച്ചാൽ നടക്കണ്ട. ബർക്കത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ 700 റുപ്യക്ക് കൂലി, ഉദാഹരണമായിട്ട് 700 റുപ്യക്ക് നമ്മൾ ജോലി ചെയ്ത് ചോദിച്ചോട്ടെ. ഈ 700 റുപ്യക്ക് നമ്മൾ ജോലി ചെയ്ത് വന്ന് വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ പെണ്ണുങ്ങൾ കാത്തുക്കുണ്ട്, വേഗം വരും മനുഷ്യ, ഞങ്ങളെ കാത്തുക്ക്. എന്തേ പാത്തുമ്പോ ഒന്നുമില്ല, മകൻ ഇപ്പൊ ഇങ്ങനെ പോയി അപ്പൊ കാല് വെച്ചുത്തിക്കണ്, ഓനെ നഖം ഇപ്പൊ പൊളിഞ്ഞിങ്ങനെ നിൽക്കാണ്, അത് ആശുപത്രി കൊണ്ടുപോകേണ്ടിയിരുന്നാണ്. സുബ്ഹാനല്ലാഹ്, ഓന് നടക്കാനൊക്കെ കഴിയൂല. 700 റുപ്യക്ക് കൂലിട്ടീണ്, 150 റുപ്യക്ക് ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് പോയി. കാരണം ഒന്നും നടക്കാൻ കഴിയൂലല്ലോ, ഓൻ എടുക്കാനും പറ്റാം. അപ്പൊ 150 കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോ എന്ത് ചെയ്തു, ഡോക്ടർക്ക് 100 റുപ്യ ഫീസ് കൊടുത്ത്. അപ്പൊ ഇത്രേ 250 കഴിഞ്ഞ്. പിന്നെ 100 റുപ്യക്ക് മരുന്ന് വാങ്ങി, അപ്പൊ ഇത്രയായി 350. 100 റുപ്യക്ക് ഓറഞ്ചും വാങ്ങി, കാരണം ഇപ്പൊ നൊളിച്ചാണ്. അപ്പൊ ഇത്രയായി 450. പിന്നെ 150 റുപ്യക്ക് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ വന്ന്, അപ്പൊ ഇത്രയായി 600 ആയി. ബാക്കി എത്ര ഉണ്ട്? 100 റുപ്യ. ഇതന്നെയാണ് ബർക്കത്തില്ലാറ്.